പ്രിയ പ്രേക്ഷകരെ, ഫുട്ബോൾ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകുന്നു. മുഖ്യമന്ത്രിക്കെതിരെ NSSന്റെ പ്രതിഷേധം. തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ ആണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുക. സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായാണ് ഈ പ്രകടനം. അതേസമയം ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും വിമർശനങ്ങളിലും പ്രതിഷേധമുണ്ട്. VV അരുൺ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഇന്നലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ് തന്നെ സുകുമാരൻ നായർ വിളിച്ചപ്പോൾ താൻ ഈ ബജറ്റ് തയ്യാറാക്കലിൻ്റെ തിരക്കിലായിരുന്നു. പിന്നീട് സുകുമാരൻ നായരുമായി സംസാരിച്ചു, കാണാം എന്ന് പറഞ്ഞുവെന്ന്. അതേസമയം വലിയ വിമർശനമാണ്. അതായത് മുഖ്യമന്ത്രി ഫോൺ എടുത്തിരുന്നില്ല എന്ന തരത്തിൽ വീണ്ടും അത് തള്ളിക്കളയുന്നു സുകുമാരൻ നായർ. ഇപ്പോഴിതാ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പോവുകയാണല്ലോ NSS. തീർച്ചയായിട്ടും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായാണ് NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ പ്രകടനം. വൈകിട്ട് 4 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ മുൻപിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുക. ഇന്നലെ വൈകുന്നേരം ചേർന്ന NSSന്റെ താലൂക്ക് യൂണിയൻ നേതൃയോഗമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. NSS ജനറൽ സെക്രട്ടറിക്ക് നിരന്തര വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കുന്നു. അത് നേരത്തെ സുകുമാരൻ നായർ അതിൽ അതൃപ്തി പരസ്യമാക്കിയതാണ്. എന്നാൽ ഇന്നലെ വീണ്ടും സുകുമാരൻ നായരെ താൻ നേരിട്ട് സംസാരിച്ചിരുന്നു എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ അതങ്ങനെയല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായർ ഇന്നലെ വീണ്ടും പ്രതികരിച്ചിരുന്നു. പിണറായിയുടെ കാലത്ത് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാൽ കിട്ടുമായിരുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വിളിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും ഉണ്ടാകുന്നില്ല, അത് അപമാനം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണവുമായി സുകുമാരൻ നായർ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. മറ്റൊരു വിഷയം കൂടി ഈ മാർച്ചിൽ NSS തിരുവനന്തപുരം താലൂക്ക് ഉന്നയിക്കുന്നത് BJPയുടെ അധിക്ഷേപമാണ്. BJP എന്ന് പറയുമ്പോൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അതുപോലെ തന്നെ സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഡൽഹിയിൽ NSS ജനറൽ സെക്രട്ടറിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമുണ്ട്. ഈ NSSന്റെ ആളുകൾ മാറണം, അല്ലെങ്കിൽ മാറ്റമുണ്ടാകുമെന്ന് സുരേഷ് ഗോപിയുടെ ഒരു വെല്ലുവിളിയുണ്ട്. ഇത്തരം രണ്ട് സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ ജനറൽ സെക്രട്ടറിക്ക് പിന്തുണയുമായി ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുന്നത്. ആ വിഷയത്തിലാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് പ്രകടനത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ മുന്നിൽ നിന്ന് പ്രകടനം ആരംഭിക്കും. ജനറൽ സെക്രട്ടറിക്ക് വലിയ വിമർശനങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നേരിട്ട് വിമർശന രൂപത്തിലല്ല, പക്ഷേ അദ്ദേഹത്തിന് അനുമതി നിഷേധിക്കുന്നു എന്ന തരത്തിലുള്ള പരാതി NSSനുണ്ട്. അവിടെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ അനുവദിക്കുന്ന പരാതി NSSനുണ്ട്. അതിനൊപ്പം തന്നെ BJP NSS പിടിച്ചെടുക്കുമെന്ന സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി, അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ വേണമെന്നൊരു സൂചനയാണ് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി നൽകിയത്. CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി തന്നെ നേരിട്ട് NSSനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു സാഹചര്യമെന്നാണ് NSSന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് താലൂക്ക് യൂണിയൻ, സുകുമാരൻ നായരോട് വളരെ ചേർന്ന് നിൽക്കുന്ന താലൂക്ക് യൂണിയനാണ് തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ, അവർ തന്നെ ഇത്തരമൊരു അഭിവാദ്യ പ്രകടനം, ഐക്യദാർഢ്യ പ്രകടനം NSS ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി ഒരുക്കുന്നത്. വൈകിട്ട് അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് തിരുവനന്തപുരത്താണ് ഈ പ്രതിഷേധം ഉയരുന്നത് എന്നതാണ്. അതുമാത്രവുമല്ല, VD സതീശൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഒരു പ്രത്യക്ഷ പ്രതിഷേധം അത് ഉണ്ടാകുന്നത് NSSന്റെ ഭാഗത്ത് നിന്നാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്കറിയാം വലിയ വിമർശനം ഉയർത്തിയിട്ടുള്ളത് SNDP ജനറൽ സെക്രട്ടറി ആയിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആയിരുന്നു എന്നതാണ്. തെരഞ്ഞെടുപ്പിൽ 90 സീറ്റുകളിലൊക്കെ മുകളിൽ നേടിയ താൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് വരെ പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ പിന്നീട് വെള്ളാപ്പള്ളിയിൽ നിന്ന് അങ്ങനെ ഒരു കടുത്ത വിമർശനമോ എതിരഭിപ്രായമോ ഒന്നും ഉയർന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അത് SNDPയിൽ നിന്നാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ സാഹചര്യം. NSSൽ നിന്ന് പ്രത്യക്ഷമായ ഒരു പ്രതിഷേധം ഉയരുകയാണല്ലോ മുഖ്യമന്ത്രിക്ക് നേരെ. തീർച്ചയായിട്ടും NSS ജനറൽ സെക്രട്ടറി VD സതീശനുമായി നേരത്തെ വലിയ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട ആളാണ്. അദ്ദേഹം പ്രതിപക്ഷതായിരിക്കുമ്പോൾ തന്നെ സതീശൻ തന്നെ പലപ്പോഴും അവമാനിക്കുന്നുവെന്ന് അദ്ദേഹം പരിഭവം പറഞ്ഞിട്ടുള്ള ആളാണ്. തെരഞ്ഞെടുപ്പിലും NSS പരമ്പരാഗതമായി UDF അനുകൂല നിലപാടെടുക്കുകയാണെങ്കിൽ ഇത്തവണ അതുണ്ടായില്ല. സമദൂരം എന്ന് പറഞ്ഞ നിലപാടെടുത്താണ് നിന്നത്. പൂർണ്ണമായും LDFന് പിന്തുണ പ്രഖ്യാപിക്കാതെ സമദൂരം. എന്നാൽ ജനറൽ സെക്രട്ടറിയുടെ പല പരാമർശങ്ങളും LDF സർക്കാർ അധികാരത്തിലേക്ക് എത്തും, അത് വരണം എന്നുള്ള താല്പര്യം അറിയിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ പലപ്പോഴും ഉണ്ടായത്. അതിനുശേഷവും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് വേണം ഇപ്പോൾ കരുതാൻ. പ്രശ്നപരിഹാരത്തിന് ഒരു ശ്രമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് NSS സെക്രട്ടറി നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയും അദ്ദേഹം സംസാരിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പിന്നീട് അദ്ദേഹം വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്ന പരാതിയാണ് NSSനുള്ളത്. NSS ആസ്ഥാനത്തേക്ക് അദ്ദേഹം പോയിട്ടില്ല. കാരണം അദ്ദേഹം തിരഞ്ഞെടുപ്പിന് പറഞ്ഞത് സാമുദായിക നേതാക്കളുടെ തിണ്ണനിരങ്ങാൻ തന്നെ കിട്ടില്ല എന്ന്
തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിലപാടെടുത്ത ആളാണ് വി ഡി സതീശൻ. പിന്നീട് പക്ഷേ ചില വിമർശനങ്ങൾ, അദ്ദേഹം വെള്ളാപ്പള്ളിയെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ കാണാൻ വരുന്നു, ക്രൈസ്തവ സഭകളുടെ അരമനകളിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു, മുഖ്യമന്ത്രി അതിന് മുമ്പും പോകുന്നു. അങ്ങനെ നിലപാടെടുത്ത വി ഡി സതീശൻ NSSുമായി മാത്രം ചേർന്ന് പോകുന്നില്ല എന്ന വിമർശനം NSSനുള്ളിലുണ്ട്. പ്രത്യേകിച്ചും സുകുമാരൻ നായരെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗത്തുണ്ട്. ഇപ്പോഴും ആ സംഘടന വലിയ ആധിപത്യം സുകുമാരൻ നായർക്കുണ്ട്. അതാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള NSSന്റെ പ്രതിഷേധത്തിന് കാരണം. ഈ അനുമതി നിഷേധിച്ചത് പോലും ആ രീതിയിലാണ്, അപമാനം എന്ന രീതിയിലാണ് NSSന്റെ തിരുവനന്തപുരം താലൂക്ക് യൂണിയനും മറ്റും കാണുന്നത്. അത് ഒരു വിഷയം. അതേപോലെ തന്നെയാണ് BJP NSSൽ പിടിമുറുക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിക്കുന്നുണ്ട്. NSSലേക്ക് BJP കടന്നു കയറാൻ ശ്രമിക്കുന്ന ഒരു ആശങ്ക NSS നേതൃത്വത്തിനുണ്ട്. കോൺഗ്രസുമൊക്കെ ആശങ്ക പലപ്പോഴും പങ്കുവച്ചതാണ്. അതിനുള്ള നീക്കങ്ങളുടെ ഭാഗമാണോ സുരേഷ് ഗോപിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഒക്കെ ഈ പ്രതികരണങ്ങൾ എന്ന സംശയമാണ് NSSനുള്ളത്. പ്രത്യേകിച്ചും മാറേണ്ടവർ മാറിയില്ലെങ്കിൽ മാറ്റം അവിടെ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പൊക്കെ സ്വാഭാവികമായും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവ്, കേന്ദ്ര മന്ത്രിസഭയിലുള്ള ഒരു അംഗം പറയുമ്പോൾ അത് NSS ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. അതുകൂടി അപ്പോഴും അരുൺ സൂചിപ്പിച്ചതുപോലെ ഉപരാഷ്ട്രപതി സുരേഷ് ഗോപി ഇവരൊക്കെ NSS നേതൃത്വത്തിനെതിരെ, അത് സുകുമാരൻ നായർക്ക് നേരെ തന്നെയായിരുന്നു ആ വിമർശനം. പക്ഷേ അപ്പോൾ പോലും കേരളത്തിലെ BJP ഘടകം അതിനെ രമ്യമായി പരിഹരിക്കാനുള്ള ഒരു ഇടപെടലാണ് നടത്തിയത്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ തനിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന ആളാണ് NSS ജനറൽ സെക്രട്ടറി എന്ന് പറയുകയും ആ അധ്യായത്തെ അടഞ്ഞ അധ്യായമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് വി ഡി സതീശൻ്റെ നിലപാടുകൾ. അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനത്തിൽ ചോദിക്കുമ്പോഴും അതിനെ ഒരു ലാഘവത്തോടു കൂടി പറഞ്ഞു തള്ളുന്നു, എന്നതിനപ്പുറത്തേക്ക് പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിരുന്നത്. തീർച്ചയായിട്ടും NSS നിലപാടുകളെ പൂർണ്ണമായി പിന്തുണച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സുകുമാരൻ നായർക്കെതിരെയുള്ള ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും വിമർശനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ രംഗത്ത് വന്നത്. പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് വന്നത്. അത് BJPയുടെ നയമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ ഒരു വിമർശനം അത്ര നിസ്സാരമല്ല. അത് സുരേഷ് ഗോപിക്ക് അവിടെ സന്ദർശനം നൽകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിക്ക് അവിടെ പുഷ്പാർച്ചനയ്ക്ക് അവസരം നൽകാത്തത് കൊണ്ട് മാത്രമല്ല, BJP വലിയ രീതിയിൽ NSSൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആശങ്കകൾ നേരത്തെ തന്നെ സുകുമാരൻ നായർക്കുണ്ട്. അദ്ദേഹം പലപ്പോഴും കടുത്ത നിലപാട് BJPക്ക് എടുക്കുന്നയാളാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവി എന്നാണ് പൊതുവിൽ NSSനുള്ളിൽ പോലും അറിയപ്പെടുന്നത്. BJP ശക്തമായി എതിർക്കുന്ന ആളായാണ്. വി ഡി സതീശുമായുള്ള തർക്കമാണ് പ്രധാനമായും അദ്ദേഹത്തെ ഈ കോൺഗ്രസ് വിരുദ്ധ സമീപനം എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോഴും അദ്ദേഹം BJPക്ക് ഒരു സ്പേസും കൊടുക്കരുത് NSSൽ എന്ന നിലപാടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് സംസ്ഥാനത്ത് വളരണമെങ്കിൽ മുന്നോക്ക സമുദായങ്ങളിൽ, പ്രത്യേകിച്ച് NSSലൊക്കെ വലിയ ഒരു പ്രാതിനിധ്യമാണ്. ഇപ്പോൾ തന്നെ CPMന് പരമ്പരാഗത ലഭിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ BJP കുറേയൊക്കെ അവരിലേക്ക് പോയിട്ടുണ്ട്. അതൊരു ശക്തമായ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റണമെങ്കിൽ NSSനുള്ളിൽ സ്വാധീനം വേണം. അത് BJPയുടെ പ്രഖ്യാപിത നിലപാടാണ്. അതിനുള്ള നീക്കമാണോ സുകുമാരൻ നായർക്കെതിരെ ഇപ്പോൾ നടത്താൻ പോകുന്നത് എന്നൊരു സംശയം. കാരണം SNDP ഒരു പരിധിവരെ തുഷാർ വെള്ളാപ്പള്ളിയിലൂടെയും BDSലൂടെയും BJPയുമായി ചേർന്ന് പോകുന്നുവെന്ന് അവർക്ക് വ്യക്തമാണ്. ആദ്യം അവരെ അടുപ്പിക്കാനാണ് BJP ശ്രമിച്ചത്. NSS കൂടി ആ ശ്രേണിയിലേക്ക് വന്നാൽ BJPക്ക് സംസ്ഥാനത്ത് കുറെ കൂടി കാര്യങ്ങൾ എളുപ്പമാകും. അതിനുള്ള കരുനീക്കങ്ങൾ BJP നടത്തുന്നുണ്ട് എന്ന ആശങ്ക, ആ തിരിച്ചറിവ് NSS നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നിലപാടെടുക്കുമ്പോഴും BJPയുടെ നീക്കത്തെ NSS ആശങ്കയോടുകൂടി കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഇന്നത്തെ പ്രകടനത്തിൽ പ്രധാന വിഷയമായി അതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ സതീഷിനെതിരെയുള്ള പ്രതിഷേധത്തിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിക്കുമെതിരെയുള്ള പ്രതിഷേധമാകാം ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. മുഖ്യമന്ത്രിയും NSS നേതൃത്വത്തെ പ്രത്യേക ജനറൽ സെക്രട്ടറി അവഗണിക്കുന്ന പരാതിയും NSSനുണ്ട്. തുടക്കം തിരുവനന്തപുരത്താണ്. ഇത് സംസ്ഥാന വ്യാപകമായി ഇത്തരം ഒരു പിന്തുണ ഐക്യദാർഢ്യ പ്രകടനമൊക്കെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഇന്നലെ തീരുമാനമെടുത്ത തിരുവനന്തപുരം താലൂക്ക് യൂണിയനാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആ പ്രകടനം ആരംഭിക്കും. എന്തായാലും യുവതീ പ്രവേശന അനുമതി നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം അന്ന് പ്രത്യക്ഷമായി സമരത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു NSS. അന്ന് പിണറായി വിജയൻ സർക്കാരിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പിണറായി വിജയനെ അടക്കം പുകഴ്ത്തുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി എന്നതാണ് എടുത്തു പറയേണ്ടത്. ശബരിമല വിഷയത്തിലടക്കം ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചിരുന്നു പിണറായി വിജയൻ എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ ആയിരുന്നു വന്നത്. അതേസമയം വി ഡി സതീശൻ പറഞ്ഞതാകട്ടെ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങാൻ താൻ ഇല്ല എന്നുള്ളതാണ്. വലിയൊരു വിഭാഗം ആളുകൾ ഈ രാഷ്ട്രീയത്തിലെ മതസാമുദായിക സംഘടനകളുടെ ഇടപെടലിനെ എതിർക്കുന്നവരാണ്, വി ഡി സതീശൻ്റെ നിലപാടുകളെ ശരിവെക്കുന്നവരാണ്. പക്ഷേ വോട്ട് ബാങ്ക് എന്ന നിലയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ ഈ മതസാമുദായിക സംഘടനകളെ പിണക്കാറില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അവിടെയാണ് ഈ പ്രതിഷേധവുമായി
NSS രംഗത്ത് വരുന്നു. അത് മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധമുണ്ട്. അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി, സുരേഷ് ഗോപി എന്നിവർക്ക് എതിരായ പ്രതിഷേധം കൂടിയാണ്. കൂടുതൽ യൂണിറ്റുകൾ ഇത് ഏറ്റെടുക്കുമോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്.